രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖഡിനെതിരെ അവിശ്വാസവുമായി ഇന്ത്യ സഖ്യം. സഭാധ്യക്ഷൻ പക്ഷപാതപരമായി പെരുമാറുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഭരണഘടനയുടെ 67B അനുച്ഛേദപ്രകാരമാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സജു തോമസ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സജു, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലെ തന്നെ ഇന്നും വളരെ ബഹളകരമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു സഭയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ അവിശ്വാസ പ്രമേയവുമായി മുന്നോട്ട് പോകാനാണോ ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം? വിവരങ്ങൾ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിലെ 60-ലധികം എംപിമാർ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. എന്തായാലും സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം, സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിക്കെതിരെ, അതായത് രാജ്യസഭാ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണമെങ്കിൽ 14 ദിവസത്തിന് മുൻപ് തന്നെ നോട്ടീസ് നൽകണം. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും 10 ദിവസം മാത്രമേ പാർലമെന്റ് നടപടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് അവിശ്വാസ പ്രമേയമായിട്ട് മുൻപോട്ട് പോകാൻ എന്തായാലും ആവില്ല. അതൊരു സൂചനയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് രാജ്യസഭാ അധ്യക്ഷൻ തന്നെ ഭരണപക്ഷത്തിന് അനുകൂലമായ നിലപാടെടുക്കുമ്പോൾ അതിനെ ഞങ്ങൾ എതിർക്കുന്നു, രാജ്യസഭാ അധ്യക്ഷനെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ള സൂചനയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഒരുമിച്ച് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാകുന്നു അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയിലേക്ക് മമതയുടെ പേര് വരണം എന്നുള്ള വാക്കുകൾ അല്ലെങ്കിൽ ആ വാർത്തകളൊക്കെ ഇടം പിടിക്കുന്ന ഇടയിലാണ് ഇപ്പോൾ വലിയൊരു നീക്കവുമായിട്ട് TMC അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനയിലെ 67B പ്രകാരമാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയാൽ അത് ലോക്സഭ ചർച്ച ചെയ്യണം. ലോക്സഭ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമാണ് അത് രാജ്യസഭയിലേക്ക് വരികയുള്ളൂ. പക്ഷെ അതിനുള്ള അവകാശം ഇനി ഇപ്പോൾ ഇല്ല. പക്ഷെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ രാജ്യസഭാ അധ്യക്ഷൻ അദ്ദേഹം ഭരണപക്ഷത്തോട് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതിനെതിരെ ഞങ്ങൾ ഒന്നടങ്കം ഒരു നിലപാടാണ് ഈ അവിശ്വാസ പ്രമേയ നീക്കത്തിലൂടെ ഇപ്പോൾ പ്രതിപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അമൃത. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.